السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. قال نبينا وسيدنا رسول الله صلى الله عليه وسلم: رجب شهر الله، شعبان شهري، رمضان شهر أمتي، أو كما قال سيدنا رسول الله صلى الله عليه وسلم. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാകുന്ന ദിവസത്തിൽ, പരിശുദ്ധമാകുന്ന ഈ റജബിന്റെ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ ഈ ഒരുമിച്ച് കൂടലിന് അവൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇബാദു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മളുടെ മക്കൾ, ശിഷ്യന്മാർ എല്ലാവരുടെയും ആഖിറത്ത് അല്ലാഹു ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധമാകുന്ന റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു: റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വളരെ പവിത്രമാകുന്ന മറ്റുള്ള 12 മാസങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാസം എന്ന് എടുത്തു പറയത്തക്ക രൂപത്തിൽ റജബ് ആവാനുള്ള വലിയ കാരണ നിദാനങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആനാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരാകുന്ന മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചത് കാണാം. അള്ളാഹുവിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജസദു ശരീഫാകുന്ന ആ അബ്ദുള്ള, തന്റെ പിതാവാകുന്ന അബ്ദുള്ളയിൽ നിന്നുള്ള ഇന്ദ്രിയത്തുള്ളിയിലൂടെ ഹബീബായ മുത്തുനബിയുടെ ജസദു ശരീഫിനെ അല്ലാഹു നിർണയിച്ചത്. അബ്ദുള്ള എന്നവരുടെ ഇന്ദ്രിയത്തുള്ളിയെ ആമിന ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഇട്ടുകൊടുത്തത് അത് പരിശുദ്ധമാകുന്ന റജബ് മാസത്തിലെ റജബിന്റെ ആദ്യത്തെ രാവിലാണെന്ന് മഹത്തുക്കളാകുന്ന മഹാന്മാർ പറയുകയാണ്. അത്രത്തോളം റജബ് ഒന്നിന്റെ, റജബിന്റെ ആദ്യത്തെ രാവുകൾക്ക് മഹത്വമുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 5 രാവുകൾ ദുആഇന് അല്ലാഹു ഉത്തരം തരാതിരിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറയുന്നു. ആ 5 രാവുകളിൽ വളരെ പ്രധാനവും പവിത്രവുമാണ് റജബിന്റെ ആദ്യ ദിനങ്ങളിലെ രാവ് എന്ന് മഹാനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റജബ് എന്ന പേരിൽ മഹാനാകുന്ന മുത്തനബി തങ്ങൾ തന്നെ പറയുന്നു. മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, റജബ് എന്ന പേരിൽ നാളെ ആഖിറത്തിൽ അവിടെ റജബ് എന്ന പേരിൽ ഒരു നഹറുണ്ട്, ഒരു പുഴയുണ്ട്, ഒരു അരുവിയുണ്ട്. എന്താണ് ആ അരുവിയുടെ പ്രത്യേകത? അതിൽ അശദ്ദു ബയാദൻ മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്ത കളറുള്ള, പാലിനേക്കാൾ വെണ്മയുള്ള, നേർമയുള്ള ഒരു പുഴ അതിലൂടെ ഒഴുകുന്നുണ്ട്. വഅഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മധുരമുള്ളതാകുന്ന മറ്റൊരു പുഴയും അതിലൂടെ ഒഴുകുന്നുണ്ട്. അതിന്റെ പേര് യുഖാലു ലഹു ഫി റജബ്, അതിന് റജബ് എന്നാണ് പേര്. എന്താണ് ആ പുഴ? ആ പുഴക്ക് അങ്ങനെയൊക്കെ പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് എങ്ങനത്തെ ആളുകൾക്കാണ് അതുകൊണ്ടുള്ള നേട്ടം? വമൻ സാമ ഫീഹി റജബുൻ, ആരെങ്കിലും ഒരാൾ റജബിലെ ഒരൊറ്റ ദിവസത്തിൽ ഏതെങ്കിലും ഒരു രാവിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെഹറിൽ നിന്ന്, ഈ ഒരു പുഴയിൽ നിന്ന് അല്ലാഹു അവനെ കുടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിലെ ഏതെങ്കിലും ഒരൊറ്റ ദിവസമെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ
റജബ് എന്ന പേരുള്ള ഈ നെഹ്റിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരക്കാരുള്ള അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടദാസരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാകുന്ന റജബിലും വരാനിരിക്കുന്ന ശഅബാനിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.